മാറി മറിഞ്ഞ ലീഡ്, ഒടുവിൽ ഫോട്ടോ ഫിനിഷ്. ആറ്റിങ്ങലായിരുന്നു ശ്രദ്ധാകേന്ദ്രം. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കൂട്ടിക്കിഴിച്ച് ക്ഷീണിച്ചു പോയ ടി.എസ്. ഹരീഷൻ രാവിലെ എഴുന്നേറ്റ് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. ഹരിബ, നമുക്ക് രണ്ടുപേർക്കും ഏറ്റവും അടുപ്പമുള്ള മണ്ഡലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വോട്ട് ഹരി എന്നുള്ള ചോദ്യം ഇന്നലെ ഏറെ തവണ ആവർത്തിച്ചതാണ്. പക്ഷേ അവസാനമൊക്കെ വി ജോയ് ജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. മാത്രമല്ല 34,000 വോട്ടിന്റെ ഭൂരിപക്ഷം അടൂർ പ്രകാശിനുണ്ടായിരുന്നു. ഇത്രയും വലിയ വോട്ട് ഷിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു അവിടെ? അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല മാധവ് അത് പറയുന്നുമ്പേ, ഞാൻ ഇന്നലെ ഓഫീസിൽ വന്ന് ആദ്യം എബിച്ചേട്ടനെ കണ്ട സമയത്ത് എബിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടൻ കൂട്ടിക്കഴിച്ചെന്നുള്ള പരിപാടിക്ക് വേണ്ടി പല മണ്ഡലത്തിലും പോയി, ആറ്റിങ്കിലും ചെയ്തു. പക്ഷേ അവിടെ ഈ കൂട്ടിക്കഴിച്ചെന്നുള്ള പരിപാടി ചെയ്യുന്നതിനേക്കാൾ പാടായിരുന്നു ഇന്നലെ ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇരുന്ന് ഈ വോട്ടിന്റെ കണക്കുകൾ കൂട്ടിക്കഴിക്കാനും ഇവർ ഓരോ സമയത്തുള്ള ലീഡ് പറയാനും. അതായത് ഈ പോസ്റ്റൽ വോട്ട് എണ്ണുന്ന സമയത്ത് അടൂർ പ്രകാശ് വി ജോയ് മുന്നിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അടൂർ പ്രകാശ് കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ നേരം, പക്ഷെ ലീഡൊന്നും വലിയ രീതിയിൽ ഉയർത്തില്ല. ഒരു 1500, 2000 ഒരു അതായത് പല സമയത്ത് 4 ഡിജിറ്റ് ആയിട്ടില്ല, 3 ഡിജിറ്റ് ആയിരുന്നു ലീഡ് അടൂർ പ്രകാശിന്റെ. പിന്നെ കുറെ നേരം കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിന്നു. അതിനുശേഷം പിന്നെ ഒരു ഏകദേശം ഒരു 1/4 ഭാഗം എണ്ണി കഴിഞ്ഞപ്പോഴാണ് വി ജോയ് ഒരു കയറ്റം കയറി. ആ കയറ്റം എനിക്ക് തോന്നുന്നു അത് ഇടത് അനുകൂല മണ്ഡലങ്ങളൊക്കെ എണ്ണിയ സമയത്ത് ഒരുപക്ഷെ കയറിയത്. ആ സമയത്ത് 4000-ന് പുറത്ത് ലീഡ് പോയപ്പോൾ പിന്നെ താഴെ പോകാൻ സാധ്യതയില്ല എന്ന് തോന്നിപ്പിച്ചു ഒരു സമയത്ത്. പക്ഷെ അതിന് പിന്നാലെ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ചിറയൻകീഴ് മണ്ഡലത്തിലെ കഠിനംകുളം മേഖല, ആ ഭാഗത്തൊക്കെ എണ്ണിയ സമയത്തായിരിക്കണം അടൂർ പ്രകാശ് കയറിയത്. അങ്ങനെ കയറിയ ആ വോട്ടിന്റെ ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് ഒടുവിൽ. ഹരി, ഇപ്പൊ സ്ക്രീനിൽ നോക്കൂ, ഒരു സമയം അനുസരിച്ചുള്ള ലീഡൊന്നുമില്ല നമ്മുടെ സ്ക്രീനിലുണ്ട് എപ്പോഴും. പക്ഷേ ആ മൂന്നാമത്തെ കളത്തിലെ ലീഡ് എന്ന് പറയുന്നത് 3 അക്കം മാത്രമാണ്. അപ്പോ ഏറെക്കുറെ ഒരു 4 ലക്ഷം വോട്ടൊക്കെ എണ്ണാൻ വളരെ സാവധാനമാണ് ആറ്റിങ്ങലിലെ വോട്ടെണ്ണൽ നടന്നത്, അല്ലെ? മാത്രമല്ല നമ്മളൊക്കെ വിചാരിച്ച പോസ്റ്റൽ വോട്ട് പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞതിന് ശേഷമാണ് EVM എണ്ണി തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവസാനം പോസ്റ്റൽ വോട്ട് എണ്ണാൻ ബാക്കിയുണ്ട്. അതായത് പോസ്റ്റൽ വോട്ട് എണ്ണാൻ അത് ആഡ് ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് വരാനുള്ള സമയമാണ് അവസാനം എടുത്തത്. ഞാൻ അവസാനം ഈ വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം പാർട്ടിക്കാരടുത്തും മറ്റുമൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിനിടയിൽ നമ്മൾ ഈ റിസൾട്ട് ഫൈനൽ ടാബുലേഷൻ കഴിയുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഇവർക്ക് ഈ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെ അത് ടാബുലേറ്റ് ചെയ്ത് ബൂത്ത് അനുസരിച്ച് ടാബുലേറ്റ് ചെയ്ത് വരാനുള്ള ഒരു സമയമാണ് അവിടെ എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ല അതിൽ വേറൊരു രസം, പോസ്റ്റൽ വോട്ടതിൽ എണ്ണി ഭൂരിപക്ഷമൊക്കെ തീരുമാനിച്ച് അടൂർ പ്രകാശ് ജയിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ LDF അവരുടെ ആവശ്യപ്രകാരം പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും എണ്ണണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് അവസാനം പിന്നെ എണ്ണി ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട് വന്ന് കണക്കെല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ 11 മണി കഴിഞ്ഞ രാത്രി അവരുണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടു ഈ പോസ്റ്റൽ വോട്ടിൽ എന്തെങ്കിലും ഒരു അട്ടിമറി ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ അതിൽ എണ്ണാൻ ബാക്കി ഉണ്ടെങ്കിൽ പോലും, അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ പോലും ജയിക്കാം എന്നൊരു ആത്മവിശ്വാസം അവര് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടി 685 വോട്ട്, അതിൽ ഒരു വോട്ടിന്റെ വ്യത്യാസം മാത്രം എണ്ണിയപ്പോ വന്നത്. അത് 684 വോട്ടിന് അത് ഫൈനലൈസ് ചെയ്യുകയും ചെയ്തു ഫൈനൽ ഫിഗർ വന്നപ്പോൾ. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ചങ്കിടിപ്പ് എങ്ങനെയായിരുന്നു? അയ്യോ, കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ എക്സിറ്റ് പോളുകളിലൊക്കെ വി മുരളീധരൻ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം, NDAക്ക് കിട്ടാനുള്ള സാധ്യത മണ്ഡലം. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും വി മുരളീധരൻ അവിടെ ലീഡ് ചെയ്തിട്ടില്ല. എങ്കിൽ കൂടിയും ഈ രണ്ട് മുന്നണികൾക്കും നല്ലൊരു വെല്ലുവിളി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം പിന്നെ 2,48,000 2019 ശോഭാ സുരേന്ദ്രൻ നേടിയപ്പോൾ 3,11,000 ആക്കി വി മുരളീധരന്റെ വോട്ട് നില ഉയർത്തി, NDAയുടെ വോട്ട് നില ഉയർത്തി. അപ്പൊ അത്രയും ഒരു മത്സരം NDAക്ക് ആ മണ്ഡലത്തിൽ മാത്രമല്ല, കാട്ടാക്കട, ആറ്റിങ്ങൽ ഈ 2 മണ്ഡലങ്ങളിൽ മുന്നിലെത്താനും സാധിച്ചു. കോൺഗ്രസിന്റെ വോട്ടാണോ CPMന്റെ വോട്ടാണോ? 2 ഭാഗത്തുനിന്നും പോയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 3,80,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് പിടിച്ചാണ്. അദ്ദേഹം 3,28,000 3,30,000 40,000 ഇടയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം LDF പിടിച്ചത്. അത് 3,27,000 BJPക്ക് മാത്രമാണ് വോട്ട് ഷെയർ കൂടിയത്. ഈ അടൂർ പ്രകാശ് സാധാരണ കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിൽ വന്ന് മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് സമ്പത്തിനെ പോലെ ഒരാളിൽ നിന്ന് CPMന്റെ ഒരു കുത്തക മണ്ഡലത്തിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് 38,000 വോട്ടിന്. പക്ഷേ ഇത്തവണ വലിയ തോതിൽ വിറച്ചു, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ആകെ വിറച്ചു. എന്നാൽ പക്ഷേ അപ്പുറത്ത് CPM നല്ല തോതിൽ പണിയെടുത്ത മണ്ഡലമല്ലേ? പിന്നെ ആറ്റിങ്ങലിൽ ഏറ്റവും നന്നായി, അതായത് എനിക്ക് തോന്നുന്നു, ഞാൻ വിലയിരുത്തിയ ഈ 20 മണ്ഡലങ്ങളിൽ LDFന് ഏറ്റവും കൂടുതൽ സാധ്യത എനിക്ക് തോന്നിയത് ആറ്റിങ്ങലായിരുന്നു എന്നുള്ളതാണ്. കാരണം LDFന്റെ നല്ല രീതിയിൽ അവിടെ താഴെ തട്ട് മുതൽ പ്രവർത്തനം സജീവമായിരുന്നു. അവർ ജയിക്കാൻ ഇപ്രാവശ്യം ജയിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് വരെ തോന്നിച്ചു ഒരു സമയത്ത്. അപ്പോൾ ആ രീതിയിൽ അവർ പണിയെടുത്തിരുന്നു. അതുകൊണ്ട് വി ജോയ് ജയിക്കാൻ തന്നെയായിരുന്നു സാധ്യത എന്നാണ് പലപ്പോഴും നമുക്ക് അവിടുത്തെ പ്രചരണവും മറ്റുമൊക്കെ കണ്ടപ്പോൾ തോന്നുന്നു. പക്ഷേ അതിൽ അപ്പോഴും നമ്മൾ ഒരു മനസ്സിൽ വച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യവും അടൂർ പ്രകാശിന് വെല്ലുവിളിയായിരുന്നു, അവിടെ അദ്ദേഹം ജയിച്ചു. അപ്പൊ ഈ വെല്ലുവിളി അദ്ദേഹം ഒരുപക്ഷെ മറികടന്നേക്കാം എന്ന് വിചാരിച്ചു, അല്ലെ? എന്തായാലും എല്ലാ സാധ്യതകളുമുള്ള ഒരു മണ്ഡലം 2 തവണ കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വരികയാണ് CPMന് ആറ്റിങ്ങലിലൂടെ. അതും ഏറ്റവും അവസാന നിമിഷം വരെ ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയതിനു ശേഷം എന്നത് പ്രധാനമാണ്. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.